നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, ഡോക്ടർ ഇപ്പം വരും കേട്ടോ. പത്മ, താൻ ആ കൈയൊന്ന് തടവി കൊടുക്ക. എന്നെ പിടിക്കില്ല മമ്മി. അയ്യോ എന്റെ കൈ, അയ്യോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറ്റാൻ? മമ്മി, ഇവളെ കുളിപ്പിച്ചത് നന്ദിനിയല്ലേ? അതിലെന്തെങ്കിലും പിശക് പറ്റി കാണും. എന്താ മോളെ ഇത്? ചൂടുവെള്ളം തലയിൽ ഒഴിച്ച് കുളിപ്പിച്ചാ എന്ത് അസുഖം വരാനാ? ഇത്രയും തരം താഴ്ന്ന് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു നിനക്ക്? അയ്യോ, നന്ദിനി ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ഇവളുടെ കൈവേദനയാ പ്രശ്നം, അല്ലാതെ വേലക്കാരുടെ കഴിവുകൾ വിളമ്പാനല്ല. ഓ ശരി, ഞാനൊന്നും പറയുന്നില്ല. ഡോക്ടർ വരട്ടെ. മമ്മി, മോളെ നീ ഒന്ന് അടങ്ങി കിടന്നേ. ഡോക്ടർ ഇപ്പൊ വരും. എനിക്ക് വയ്യ മമ്മി, എനിക്ക് ഒട്ടും വയ്യ. എന്റെ കൈ ഇനി അനക്കാൻ പറ്റില്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഡോക്ടർ വന്നിട്ട് നോക്കട്ടെ. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ മോളെ. ഒന്നും പറ്റി. അയ്യോ, സാർ എവിടെ പോ? ഞാൻ എവിടെ പോകുന്നു എനിക്കറിഞ്ഞൂടെ. ഓഫീസിലേക്ക്. സാർ വേദരെടുത്ത് പോയോ? ഇല്ല. അതെന്താ പോകാത്തത്? അവിടെ ചുറ്റും ഒരുപാട് പേരുണ്ടല്ലോ, പിന്നെ ഞാൻ കൂടെ എന്തിനാടോ? അനിയത്തിയല്ലേ? അയ്യോ മമ്മി, മമ്മി എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്റെ കൈ, അയ്യോ. അത് കേട്ടില്ലേ സാർ? ഇത്രയും വേദനിച്ച ഒരാൾ കരയുമ്പോ അവക്കൊരു വേദനയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അവള് ചെയ്തതിനുള്ള കൂലിയാണ്. കുറച്ച് കഴിയുമ്പോ ഡോക്ടർ വന്ന് നോക്കും. ട്രീറ്റ്മെന്റ് എന്താണെന്ന് അവർ വിധിക്കട്ടെ. വേണ്ട സാർ. സാർ ഇത്രയ്ക്ക് ക്രൂരതയുള്ള വാക്കൊന്നും പറയരുത്. സാർ എല്ലാവർക്കും നല്ലത് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? ഇക്കാര്യത്തിൽ അങ്ങനെ മതി. നന്ദിനി, തന്നെ തന്റെ അച്ഛൻ തല്ലിയിട്ടുണ്ടോ? ആ, 1-2 തവണ. അതെന്തിനായിരുന്നു? അത് ചെറുപ്പത്തിലാ, ഞാൻ വികൃതി കാണിച്ചിട്ട്. അച്ഛന് തന്നെ ഇഷ്ടമല്ലേ? ആ, ഇഷ്ടാണ്. ആ, തനിക്ക് അച്ഛനെ ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. എന്നിട്ടും എന്തിനാ അച്ഛൻ തല്ലിയത്? എടോ, എത്ര സ്നേഹമുണ്ടെങ്കിലും കുസൃതിയും അഹങ്കാരവും ധിക്കാരവും കാണിച്ചാൽ തല്ല് കിട്ടും. ഏതൊരു നല്ല കാര്യം ചെയ്താല് മറ്റാരേക്കാളും മുമ്പിൽ അവളെ അഭിനന്ദിക്കാൻ ഞാനുണ്ടാവും. പക്ഷെ ഭാഗ്യദോഷം, അവള് നല്ലതൊന്നും ചെയ്യുന്നില്ല. അവളെ എഡ്യൂക്കേറ്റഡ് ആയ കുട്ടിയല്ലേ, എന്നിട്ടും നല്ലതൊന്നും കാണുന്നുമില്ല. അല്ല, അവക്ക് കുറച്ചുകൂടെ വിശാലമായിട്ടൊന്ന് ചിന്തിച്ചുകൂടെ? പക്ഷെ ചെയ്യില്ല. പകരം അമ്മയുടെ അഹങ്കാരവും ചേച്ചിയുടെ കുശുമ്പും കൂടെ ഇരട്ടിയാക്കിയിട്ട് മനസ്സിലങ്ങ് സൂക്ഷിക്കും. സത്യം പറ, തനിക്ക് വന്ന അസുഖം വേദയ്ക്കും വന്നപ്പോ അവള് കുറച്ചെങ്കിലും മാറുമെന്ന് താൻ പ്രതീക്ഷിച്ചോ? അത് ഞാൻ പ്രതീക്ഷിച്ചു. ആ, എന്നിട്ട് മാറിയോ? ഇല്ല. അഹങ്കാരം കുറഞ്ഞോ? ഇല്ല. അത്രേ ഉള്ളൂ നന്ദിനി. അങ്ങനെയുള്ളവര് അനുഭവങ്ങളിലൂടെ തന്നെ പഠിക്കും. ആ, അതിനുള്ളൊരു അവസരം ദൈവമായിട്ട് അവർക്ക് കൊടുത്തു. അത്രേ ഉള്ളൂ. കൈ വിട്ടു പോകുന്ന പോലെ ഭയങ്കര വേദന മമ്മി. അല്ല, അവിടെ വന്നേ. എങ്ങോട്ടാ? അവിടെ ഡോക്ടർ വന്നിട്ടുണ്ട്. ആ, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അതെ, താൻ ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. ഒരു അസുഖം വന്നപ്പോ താൻ കൂടി ഇരുന്നില്ലേ, പരിചരിച്ചില്ലേ, കുളിപ്പിച്ചില്ലേ? ഇനി അമ്മയും ചേച്ചിയൊക്കെ നോക്കട്ടെ. സാർ, നന്ദിനി, ഞാൻ പറയുന്നത് കേക്ക്.
താൻ ഇനി അങ്ങോട്ട് പോണ്ട. താൻ കൂടുതൽ അപമാനിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാൻ പോന്നു. ആ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താൻ ഉടനെ അങ്ങോട്ട് പോകുന്നൊക്കെ എനിക്കറിയാം.